ഹലോ, ഇന്ന് നമുക്ക് പറയാനുള്ളത് കുരുമുളക് കൃഷിയെ പറ്റിയാ. കുരുമുളക് കൃഷി ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു മെത്തേഡിൽ ഇന്ന് വരെ ആരും കുരുമുളക് കൃഷി ചെയ്തിട്ടില്ല. നമ്മളെ കല്ലിന്റെ മതിലിന്റെ മുകളിൽ കുരുമുളക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരടി സമചതുരത്തിൽ ഒരു ബോക്സ് ഉണ്ടാക്കിയിട്ട് അതിന് മുകളിൽ ആ ബോക്സ് ഫിറ്റ് ചെയ്തിട്ട് അതിന് മുകളിൽ പോസ്റ്റ് കൊടുക്കുക. നമ്മളെ പ്ലാസ്റ്റിക്കിന്റെ പൈപ്പ് കൊടുക്കുക. 4 അടി 4 ഗേജിന്റെ പൈപ്പ് കൊടുക്കുക. അതൊരു 5 അടിയിലാണ് കൊടുത്തിട്ടുള്ളത്. 5 അടി ഉയരമുള്ളതാണ്. അപ്പൊ ശരിക്കും ഇതിന്റെ മുകളിൽ കയറി നിന്നിട്ട് ആളുകൾക്ക് ശരിക്കും കുരുമുളക് ഇത് കയറി പോകുന്ന കുരുമുളക് ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന ഒരു കുരുമുളകാണ്. നല്ല സൈസിൽ കുരുമുളകാണ്. ഞാനൊരു 10-20 വർഷം മുമ്പ് കൊടുന്ന് വെച്ചതാണ്. പക്ഷെ അത് മതിലിൽ പടർന്നു പോയിരുന്നതാണ്. മതിലിൽ പടർന്നു പോയിട്ട് അത് ശരിക്കും കുരുമുളക് കായ്ക്കുന്നില്ല. അടിപിടിയൊക്കെ പോയിട്ട് ഓരോ തിരിയൊക്കെ ഉണ്ടാവുകയാണ്. അതുകൊണ്ട് കാര്യമില്ല. അപ്പൊ ഞാനിത് ശരിക്കും മതിലിൽ കയറ്റി കൊടുത്തിട്ടുണ്ട്. മതിലിന്റെ മുകളിലേക്ക് ഇതാ ഒരടി സമചരത്തിൽ ഒരു ചെറിയ ബോക്സ് ഉണ്ടാക്കിയിട്ട് ആ ബോക്സിൽ വാർത്തിട്ട് ഈ 5 അടി കാല് വെച്ച് കൊടുത്തിട്ട് അതിന്റെ മുകളിൽ കയറ്റുകയാണ്. അത് ഇന്ന് വരെ ഒന്നും ആരും ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. മതിലിന്റെ മുകളിൽ അത് ചെങ്കല്ലിന്റെ മതിലിന്റെ മുകളിലേ പറ്റുള്ളൂ. അല്ലാത്ത മതിലിന്റെ മുകളിൽ പറ്റില്ല. പിന്നെ സാധാ നമ്മളെ താബൂക്കിന്റെ മതിലിൽ ചെയ്യുകയാണെങ്കിൽ അതിന്റെ സൈഡിൽ ചെയ്യാം. അങ്ങനത്തെ ഒരു മെത്തേഡ് അതും ചെയ്തിട്ടുണ്ട്. അതും വേണമെങ്കിൽ കാണാം. ഇത് പല സൈസിൽ നിന്ന് കുരുമുളക് ആളുകളൊക്കെ പറയുന്നുണ്ട്. പല സൈസിലുള്ള കുരുമുളക് ആളുകൾ വളർത്തുന്നുണ്ട്. ഒരുപാട് കുരുമുളക് സൈസ് ഉണ്ട്. ഈ നീലമുണ്ടി എന്ന് പറഞ്ഞിട്ടൊരു കുരുമുളക് ഉണ്ട്. നല്ല നല്ല കുരുമുളകുകളാണ്. നല്ല സൈസിലുള്ള തന്നെ വിജയ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പന്നിയൂരുണ്ട്. പിന്നെ കമ്പുക്കൽ എന്ന് പറഞ്ഞിട്ടൊരു മുളകുണ്ട്. കമ്പുക്കൽ മുളക് 1, 2, 3, 4 ഒക്കെ ഉണ്ട്. അതിലൊരു 9-ാം നമ്പറുള്ള ഒരു മുളകുണ്ട്. 9ഉം 12-ാം നമ്പറല്ലേ. അത് ശരിക്കും പറഞ്ഞാൽ 12 ഇഞ്ച് വലുപ്പം വരും അതിന്റെ തിരികളൊക്കെ. അത്ര നല്ല വലുപ്പമുള്ള തിരികളാണ്. അതൊക്കെ വെച്ചിട്ട് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല കുരുമുളക് നമുക്ക് നല്ല വരുമാനം കിട്ടുന്നതാണ്. കുരുമുളക് കൃഷിയിൽ നല്ല ആദായമുള്ള നല്ല ആദായമുള്ള ഒരു പരിപാടിയാണ്. നല്ല വരുമാനം കിട്ടും ഈ ആളുകൾക്ക്. നല്ല കാശിയാണ് തന്നെ. ഇപ്പൊ നല്ല വിലയുണ്ട് കുരുമുളകിന്. ഇനി മറ്റൊരു സംവിധാനം കാണിക്കുന്നത് നമ്മൾ സാധാരണ ചെറിയ ചെറിയ മതിലുകളൊക്കെ ഉള്ളവർക്ക്, ഈ താബൂക്കിന്റെ മതിലുള്ളവർക്ക് അവർ സൈഡിൽ വെച്ച് പിടിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ചെയ്തിട്ടുള്ളത്. ഇതിലിതാ ഞാൻ ചെയ്തിരിക്കുന്നു ഈ ഒരു സംവിധാനം. ഇതിന്റെ മുകളിൽ നമ്മൾ പൈപ്പ് അങ്ങ് വെച്ചു കൊടുത്താൽ മതി. പൈപ്പൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതങ്ങ് വെച്ചു കൊടുത്താൽ മതി. അതിന് ശേഷം ഇവിടെ കുരുമുളക് ഇതാ വെച്ചത് ആദ്യത്തെ കുരുമുളക് തന്നെ ഉണ്ട്. അത് തന്നെ നമുക്ക് ഇതിന്റെ മുകളിൽ കയറ്റി കൊടുക്കാം. ഈ കാല് ഞാനിതാ വെച്ച് കാണിക്കണം. ഈ കാലങ്ങ് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഈ കാലങ്ങ് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊരു 10 അടിയുള്ള കാലം. ഒരു 6 അടി മതിലുണ്ടാവും. ഇതങ്ങ് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ ലേശം പശ വെച്ചിട്ട് വെട്ടിക്കണം, എന്നെങ്കിൽ ഇത് കറക്റ്റ് നിൽക്കുള്ളൂ. ഇതിപ്പോ തൽക്കാലം ഞാൻ വെച്ചിട്ടുണ്ട്, പശ കൊടുന്നിട്ടില്ല. ഇത് നല്ലൊരു സംവിധാനമാണ്. ഇത് മൊത്തം പടർന്നങ്ങ് കയറും. ഈ മതിലും വിട്ട് 6 അടി വലിപ്പത്തിൽ പടർന്ന് കയറിക്കോളും. ഇത് നല്ലൊരു സംവിധാനത്തില് നല്ല ബലത്തിൽ നിൽക്കുകയും ചെയ്യും. ഒരു ദേശത്തിൽ പശ വെച്ച് കൊടുക്കണം കേട്ടോ. പശ ഞാൻ വെച്ചിട്ടില്ല. പശ വെച്ചിട്ട് വേണം അത് പിടിപ്പിക്കാൻ. തൽക്കാലം ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട്, വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നുള്ളൂ. ഇത് കറക്റ്റായിട്ട് ഉറപ്പിക്കണം. പശ വെച്ചിട്ട് ഉറപ്പിക്കണം. ഒരു പ്രശ്നം വരില്ല. നല്ല സ്ട്രോങ്ങിൽ നിൽക്കും. അതിന്റെ ഇതൊന്ന് കാണിച്ചു കൊടുത്താളെ വലിപ്പം. അതാണ് ഒരു സൈസ് മതില്. നമ്മൾ സാധാരണ ഈ താബൂക്കിന്റെ മതിലൊക്കെ ഉള്ള ആളുകൾക്ക് ഒരു 5 സെന്റ് സ്ഥലമുള്ള അവർക്ക് പോലും ഒരു 10 കാല് വെക്കാനൊന്നും പ്രയാസമില്ല. ഒരു 10 അടിയുടെ കാല് പിടിച്ചാൽ മതി. 10 അല്ല, ഒരു 10 അടിയുടെ കാല് പിടിച്ചാൽ സുഖമായിട്ട് അവർക്ക് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു സംവിധാനം അതേപോലെ തന്നെ ഇതാണ്. ഇതിലും വെച്ചിട്ട് കുരുമുളക് നമ്മൾ വെച്ച് കയറിയാൽ ഇത് തളർന്നു നിൽക്കുന്ന വെയിലുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് വെച്ച് അടിയിൽ വെച്ച് പിടിപ്പിക്കാം. അങ്ങനെ സംവിധാനം. ഇതും മതിലിന്റെ അടിയിലാണ്, താബൂക്കിന്റെ മതിൽ. ഇതിപ്പോ കല്ലിന്റെ മതിലാണ് ഞാൻ മുകളിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ മുകളിൽ ഫുള്ളായിട്ട് ചെയ്തിട്ടില്ല. ഇത് താബൂക്കിന്റെ മതിലിന്റെ സൈഡിൽ നമ്മൾ ഇത് 3 അടി വലുപ്പത്തിൽ ഇത് വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അടിയിൽ കാല് വാർത്ത് കൊടുക്കണം കേട്ടോ. ഒരു അടിയിൽ വാർത്ത് കൊടുക്കുക. വാർത്ത് റെഡിയാക്കുക. നല്ല ഉറപ്പ് സ്ട്രോങ് കിട്ടും. പിന്നെ അതിൽ ഇത്തിരി മണ്ണിട്ട് കൊടുക്കുക. മണ്ണിട്ട് കൊടുത്തിട്ട് കുരുമുളകിന്റെ വള്ളികൾ വെച്ച് കൊടുക്കുക. നല്ല സ്ട്രോങ്ങിൽ നിൽക്കും. അത് ഒരു പ്രശ്നം വരില്ല. അതല്ല, ഇതുമ്പോ നമ്മൾ മറ്റേ കാല് വെക്കണമെങ്കിൽ ബാക്കിയുള്ള കാല് നമ്മൾ കട്ട് ചെയ്ത് കാല് വെക്കണമെങ്കിൽ അത് വെച്ച് കൊടുക്കാം. അതും ചെയ്യാം. നല്ല രൂപത്തിൽ കുരുമുളക് പടർന്ന് കയറിപ്പോവും. എന്റെ അനുഭവം ഉണ്ട് അവിടെ. അതേപോലെ തന്നെ ഞാൻ അവിടെ കുന്നത്ത് എന്റെ പറമ്പിൽ, മറ്റൊരു പറമ്പിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഇതിൽ കാണിച്ച് തരാം. അത് നമ്മളെ പറമ്പിൽ തന്നെ നമ്മൾ സാധാരണ വാർപ്പിന്റെ കാലുണ്ടാക്കിയില്ല. അത് ഒത്തിരി സിമെന്റും മെറ്റലൊക്കെ കിടന്നിരുന്നു. ആ മെറ്റലൊക്കെ കൂടി എടുത്തിട്ട് ഞാൻ തന്നെ തട്ടിക്കൂട്ടുണ്ടാക്കിയ ഒരു
5 അടി 6 അടി ഒക്കെ ഉള്ള വലുപ്പത്തിലുള്ള കാലുകളാണ്. അതിൽ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്, ശേഷം കാണിക്കുന്നുണ്ട്. ഒരു 2 കിലോ, ഒരു 5-10 കാലിൽ നിന്ന് ചെറുതായിട്ട് എൻ്റെ ഫസ്റ്റ് അവസരം തന്നെ രണ്ട് ചില്ല കിലോ കുരുമുളക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കുരുമുളക് കൃഷിയിലൊക്കെ എല്ലാവരും വ്യാപ്തരാവാൻ നോക്കുക. നല്ല വരുമാന മാർഗം കിട്ടുന്നതാണ്. ഓക്കെ. ആ ഇത് 10 അടിയുള്ള കാല്, ഞാൻ 10 അടിയുള്ള പോസ്റ്റ് ആയിരുന്നു. അത് 2 എണ്ണാക്കി ഞാൻ മുറിച്ചിട്ടില്ലാണ്. 2 എണ്ണാക്കി മുറിച്ചിട്ട് 5 അടി ശരിക്കും മതിലിന്റെ മുകളിൽ, കല്ലിന്റെ മതിലിന്റെ മുകളിൽ വെച്ചിട്ടുള്ളതാണ്. അത് കറക്റ്റ് ആയിട്ട് അതിന് ഇരുന്നിട്ടുണ്ട്. നമ്മൾ ഒരു അടി ബോക്സ് സമചതുരത്തിലുള്ള ബോക്സ് ഉണ്ടാക്കിയിട്ട്, ആ ബോക്സ് ഞാൻ ഇവിടെ വെച്ച് കാണിച്ചു തരാം. ആ ബോക്സിൽ ഫിറ്റ് ചെയ്തിട്ട് വെച്ചതാണ്. ഇതാണ് ബോക്സ്. ഈ ബോക്സിൽ ഫിറ്റ് ചെയ്തിട്ട് വെച്ചതാണ്. ഇതാണ് ഈ ബോക്സ്. അത് നമ്മൾ ആ ബോക്സിന്റെ അടർത്തി എടുത്തതാണ്. നമുക്ക് അടർത്തി എടുക്കാൻ പറ്റും. ഒന്ന് ഉറച്ചതിന് ശേഷം നമുക്ക് മെല്ലെ തട്ടി അടർത്തി എടുത്താൽ പോരും. അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഒരു പോസ്റ്റ് ഫുള്ള് ഒരു ലെങ്ത് ആണിത്. ഇത് 10 അടിയാണ്. അതിലിപ്പോ ഒരു 3 അടി ഞാൻ മുറിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അതും ചെയ്യാം. ഇതില് കമ്പി മുകളിൽ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാം. ഇത് നല്ലൊരു മെത്തഡാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്. ഇതിന് വലിയ വിലയൊന്നുമില്ല. ഇത് 10 അടിയുടെ ഇത് 4 ഇഞ്ചിന്റെ പൈപ്പാണ്. അത് 4 kg. നല്ല സ്ട്രോങ് ഉള്ള പൈപ്പാണ്. നല്ല സൈസിലുള്ള പൈപ്പാണ്. അത് മേടിച്ചിട്ട് 5 അടി മാറ്റി മുറിച്ചിട്ട് മതിലിന്റെ മുകളിൽ വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കല്ലിന്റെ മതിലിലേ വെക്കാൻ പറ്റുള്ളൂ, താബൂക്കിന്റെ മതിലിൽ വെക്കാൻ പറ്റില്ല. അതല്ലെങ്കിൽ നമുക്ക് സാധാരണ താബൂക്കിന്റെ മതിൽ സൈഡിൽ വെച്ച് കൊടുക്കാം. പോസ്റ്റ് വെച്ച പോലെ നമുക്ക് വെക്കാം. അങ്ങനത്തെ ഒരു മെത്തേഡിൽ കുരുമുളക് നമുക്ക് കൃഷി ചെയ്യുകയാണെങ്കിൽ നല്ല ആദായം കിട്ടും. നമുക്ക് ഒരു കാലിൽ നിന്ന് തന്നെ 2-4 കിലോ കുരുമുളക് കിട്ടാനൊന്നും ഒരു പ്രയാസമുള്ളതല്ല. നമ്മളൊന്ന് പ്രയത്നിക്കണം ഇത്തിരി എന്നുള്ളൂ കേട്ടാ. ഓക്കെ. ഇത് മോനെ ഷെഡ് ഞാൻ വളങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു ഷെഡാണ്. ജൈവ വളങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണക്കച്ചാണകം മേടിച്ചിട്ട് സൂക്ഷിച്ചില്ല. ഒരു 20 ചാക്ക് ഉണക്കച്ചാണകം മേടിച്ച് സൂക്ഷിച്ചിട്ടുള്ളതാണ്. വർഷക്കാലം വരുമ്പോൾ ഈ സാധനം കിട്ടില്ല. പിന്നെ അപ്പൊ ഇത് സ്റ്റോക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ കിട്ടില്ല. ഉണക്കച്ചാണകം കിട്ടില്ല. ഉണക്കച്ചാണകം നല്ല ചെടികൾക്കും തെങ്ങുകൾക്കും ഈ കുരുമുളകിനൊക്കെ നല്ല ഗുണം ചെയ്യും. അതിനുവേണ്ടി സൂക്ഷിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇനിയിപ്പോ മഴ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ കുഴച്ചിട്ട് കൊടുക്കും. അതിന് വേണ്ടിയിട്ടാണ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ഇതിവിടെ റേറ്റ് ഇത് 250 ഉറുപ്പിക ഒരു ചാക്കിന് വെച്ചിട്ട് മേടിച്ചിട്ടാണ്. ഇപ്പൊ കിട്ടും. ഇത് വർഷക്കാലം വന്നത് സ്റ്റോക്ക് ഉണ്ടാവില്ല അവരിൽ. പച്ചച്ചാണകം ഇടുന്നക്കാട്ടും നല്ല ഉണക്കച്ചാണകം പൊടി ചെയ്ത് പൊടിച്ചിട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്താലേ മറ്റെന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നല്ല ഗുണം ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാ കൊല്ലം അങ്ങനെ ചെയ്യാറുണ്ട്. ഇതിപ്പോ ഒരു 20 ചാക്ക് വെച്ച് സ്റ്റോക്ക് ചെയ്താണ്. 250 ഉറുപ്പിയാണ് ഒരു ചാക്കിന് വെച്ചിട്ട്. അങ്ങനെ അത് എല്ലാ കൊല്ലം ഞാൻ അതുമാതിരി തന്നെ തെങ്ങിൻ തൈകൾക്കും കുരുമുളകിനൊക്കെ, ഈ കുരുമുളകൊക്കെ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ഇവിടെ ഞാൻ തന്നെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള കുരുമുളകുകളാണ്. ഇവിടെ ഉണ്ട്. കാല് ഞാൻ തന്നെ വാർത്തിട്ടുണ്ടാക്കിയുള്ള കാലുകളാണ്. ഇതേ ഈ കുരുമുളകൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ്. ഞാൻ തന്നെ കാല് വാർത്തിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു 8-10ഓളം കാലുകൾ. ഇതിൽ നിന്ന് ഒരു 2 കിലോനോളം കുരുമുളക് എല്ലാത്തിനും കൂടി കിട്ടി. ഇനി കൂടുതൽ കിട്ടാനാണ് സാധ്യത. വളങ്ങളൊക്കെ ഇട്ടാൽ നല്ല ഇതായിട്ട് കിട്ടും ഇൻഷാ അല്ലാഹ്. അത് തന്നെ ഇതാ ഒരു കാല് ഇതവിടെ. അങ്ങനെ ഒരു 10 കാലോളം 5-10 കാലോളം വെച്ചിട്ടുണ്ട്. ഒന്നിതാ. ഇതൊക്കെ ഒന്നും കൂടി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. ഒന്നും കൂടി നന്നായിട്ട് വളമൊക്കെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടി കാല് ശരി വള്ളി ഞാനതൊക്കെ ഒന്ന് ശരിയാക്കി കെട്ടി കൊടുത്തിട്ട് വന്നത്. ആ കാല് ഈ കാല് അതൊക്കെ മാറ്റി കൊടുക്കേണ്ടതാണ്. ഇത് പഴയ ഒരു പ്ലാവിന്റെ തടിയിൽ കയറ്റി വെച്ചുള്ളതാണ്. അതൊക്കെ മാറ്റി കൊടുക്കണം. അങ്ങനെയാണ് ഇൻഷാ അല്ലാഹ് നിൽക്കുന്നത്. ഇനി ശ്രദ്ധിച്ചാലൊക്കെ കുരുമുളകൊക്കെ നന്നായി കിട്ടും. കുരുമുളക് 2 കിലോയിലേറെ കുരുമുളക് ഒരിക്കലും പറിച്ചിട്ട് പ്രാവശ്യം മൊത്തം എല്ലാ കാലുകളിൽ നിന്നും കിട്ടും. അതിനേലും കൂടുതൽ കിട്ടും. പിന്നെ ഇനി മറ്റൊരു കാര്യം കൂടി ആരും ചെയ്യാത്തൊരു കാര്യങ്ങൾ, ചക്ക. നമ്മളെ വർഷക്കാലം വന്നിട്ടുണ്ട്. ചക്ക എല്ലാവരും പൊട്ടിച്ച് വർഷക്കാലം വന്ന ഒരു മധുരം ഉണ്ടാവില്ല. ചക്ക ഉപകാരപ്പെടാത്ത രൂപത്തിൽ അതിന് ചക്ക മഴ തുടങ്ങുമ്പോൾ തന്നെ സ്ഥലമായിട്ട് കവർ ചെയ്ത് വെക്കുന്നൊരു സംവിധാനമുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ കവർ ചെയ്തിട്ടേ ഇത് നമ്മള് ഇത് ക്ലീൻ പേപ്പറാണ്. ഇത് നമ്മൾ പിള്ളേരൊക്കെ വരുമ്പോഴേ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ അതിന്റെ പേപ്പർ കൊണ്ടുവരുന്നതാണ്. പെട്ടി കവർ ചെയ്തിട്ട് വരുന്ന പേപ്പറാണ്. ആ പേപ്പർ ഉപേക്ഷിക്കാതെ നമ്മൾ മടക്കി വെച്ചതാണ്. ഇതിങ്ങനെ ചക്ക ഇങ്ങനെ നീക്കി വെച്ചിട്ട് ഇതിനകത്ത് വെച്ചിട്ട് കവർ ചെയ്ത് കുറച്ച് നേരെ വെച്ചിട്ട് അത് പോയാ ഇതിലൊക്കെ സാധനം ഉണ്ടല്ലോ. അങ്ങനെ കേട് വരാതെ ചക്കയെ തീരെ ഇടാ അങ്ങനെ കവർ ചെയ്യാം. അങ്ങനെ കവർ ചെയ്തിട്ടേ ഒരു തരി പോലും വെള്ളം കയറില്ല. വെള്ളം കയറാതിരുന്ന ചക്കയുടെ ഗുണം കിട്ടും. ഇടാ ചക്കതിൽ തന്നെ നിന്നോളൂ. തരി വെള്ളം പോലും കിടക്കില്ല.
നല്ലൊരു സംവിധാനമാണ്. ഇത് പലരും ചെയ്യാതെ ഒരാൾ ഇതുവരെ ചെയ്ത് കണ്ടിട്ടില്ല. ഞാൻ ഒന്ന് 2-3 ചുറ്റി കൊടുക്കുക. മറ്റൊന്ന് മേലെ കെട്ടിക്കൊടുത്താൽ ഇങ്ങനെ മതി. എത്ര മതി, അധികം വേണ്ട. എന്നിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് ടൈറ്റായി കെട്ടിക്കൊടുക്കുക. ടൈറ്റായി കെട്ടിക്കൊടുക്കണം. തുള്ളി പോലും വെള്ളം ഇറങ്ങരുത്. ഉപകാരം എന്ന് പറഞ്ഞാൽ നമ്മളൊരു മാസം ഒരു 15 ദിവസം കഴിഞ്ഞാൽ ചക്ക നമുക്ക് മുറിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം കിടന്നിട്ടുണ്ടാവില്ല ചക്കയിൽ. മറ്റൊരു ചക്കയിൽ വെള്ളം കിടന്ന ചക്കയുടെ ടേസ്റ്റും മധുരമൊക്കെ പോവും. ചക്ക ഒരുതരം ചോറ് പോലെ ആവും. അപ്പം ഏറ്റവും നല്ല പരിപാടിയാണിത്. ഒരു തരി പോലും ഇതിന് മുമ്പ് ഞാൻ അങ്ങനെ ചെയ്തു നോക്കിയിട്ടുണ്ട്. വേണ്ട, വെള്ളം അങ്ങനെ വലിച്ചങ്ങ് പോവും. വെള്ളം തീരെ നിൽക്കില്ല ചക്കയുടെ മുകളിൽ. മറ്റേ ഇതിലൂടെ വെള്ളം ഇറങ്ങിയിട്ട് ചക്കയുടെ ഉള്ളിലേക്ക് വെള്ളം കിടക്കും. ഇതിലാകുമ്പോൾ വെള്ളം തീരെ കിടക്കില്ല. ഇതാരും ചെയ്യാത്തൊരു സംവിധാനമാണ്. അത് ചെയ്തു വെച്ചാൽ നല്ലതാണ്. പറ്റുന്നവർക്ക് ചെയ്തോളെ. ഇതേപോലെ എല്ലാ ചക്കയിലും ചെയ്യാൻ പറ്റും. എല്ലാ ചക്കയിലും ചെയ്താൽ ആ പൊട്ടിക്കുന്ന ഇടുന്ന ചക്കൊക്കെ നമുക്ക് ഉപകാരപ്പെടും. ഒരു ചക്ക പോലും നമുക്ക് നല്ല മധുരത്തിൽ തിന്നാൻ പറ്റും. മറ്റേത് ചക്കയുടെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിൽ നിന്നിട്ട് അങ്ങനെ എന്നെല്ലാം മറ്റ് ജീവികളുടെ ശല്യമൊന്നും ഉണ്ടാവില്ല. നല്ലതായിരിക്കും. ഇത് എല്ലാത്തുമ്മിലും ചെയ്യാം. ഞാൻ ഇപ്പം എല്ലാത്തുമ്മിലും ചെയ്തിട്ടില്ല, സാമ്പിൾ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു ചിലവുള്ള സാധനമൊന്നുമല്ല. ഇനി മേടിക്കുന്നവർക്കും മേടിക്കും ചെയ്യാം. ഫിലിം, ഇപ്പോൾ ഇതിൻ്റെ ഫിലിമാണ്. ഈ നമ്മൾ പിള്ളേർ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോഴേ ആരെങ്കിലും ഉപേക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. അത് മാത്രം മതി. കാശ് കൊടുത്തിട്ടൊന്നും മേടിക്കണ്ട. അതിൽ കവറ് മറ്റ് പ്ലാസ്റ്റിക്കിൻ്റെ കവർ കൊണ്ടും ചെയ്യാൻ പറ്റും. 2-3 ചുറ്റിങ്ങനെ ചുറ്റിയാൽ മതി. വെള്ളത്തിൽ പിടിക്കാഞ്ഞാൽ മാത്രം മതി. വെള്ളേ ഇതിൽ പിടിക്കാഞ്ഞാൽ, വെള്ളത്തിന് അകത്ത് കയറാഞ്ഞാൽ മാത്രം മതി. വേറൊന്നുമില്ല. ഇതിന് ചിലവുള്ളതല്ല. തീരെ വെള്ളം കിടക്കില്ല. വേണ്ട, ശരിക്കങ്ങ് ടൈറ്റാക്കി കെട്ടിക്കൊടുത്താലേ തുള്ളി പോലും വെള്ളം കിടക്കില്ല. വെള്ളം കിടക്കാതിരുന്നാൽ ചക്കയുടെ ടേസ്റ്റിൻ്റെ ഒരു വ്യത്യാസം വരില്ല. ചക്കയുടെ അതേ ഗുണവും ആ മണവും ടേസ്റ്റൊക്കെ ഉണ്ടാവും. മധുരത്തിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അതിങ്ങനെ ടൈറ്റാക്കിയാണ് കെട്ടിക്കൊടുക്കുക. ടൈറ്റാക്കി കെട്ടിക്കൊടുത്താൽ നല്ല ഗുണം ചെയ്യും. ചക്ക ഇനി ഒരു മാസം കഴിഞ്ഞിട്ടോ ഒരു 15 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ചക്ക നമ്മൾ ഇടുകയാണെങ്കിൽ നമുക്കൊരു വ്യത്യാസം വരില്ല. ചക്ക അങ്ങനെ ചുറ്റിച്ചോടെ വെച്ചെടുത്താൽ മതി. വെള്ളം കംപ്ലീറ്റ് ഇതിലൂടെ ഇങ്ങനെ വലിച്ചിറങ്ങി പോകും. വെള്ളം അകത്ത് കയറില്ല തീരെ. അങ്ങനത്തെ ഒരു സംവിധാനമാണിത്. ചെയ്തിട്ടില്ല, ഒരാളും ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടുമില്ല കേട്ടോ.